ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വലിയ സവാളയും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. പക്കവടയാണ് ഉണ്ടാക്കുന്നത്. 2 തരം പക്കവട ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി പക്കവടയും ഉരുളക്കിഴങ്ങ് പക്കവടയും. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി പക്കവടകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഉള്ളി പക്കവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവോളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് തന്നെ മതിയാകും. സവോള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി സവോള അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സവോളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പക്കവടയ്ക്ക് മിക്സ് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഇനി ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ള് കായംപൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പക്കവട നല്ല ക്രിസ്പി ആവും. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എനിക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കട്ടിയായി പോകുന്നുണ്ടെന്ന് തോന്നിയാൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി പക്കവട ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് നല്ല ക്രിസ്പായിട്ട് വരും. ചൂടാവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സ് വെച്ച് പക്കവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പക്കവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ ഒരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പക്കവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റണം. പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, 3/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒട്ടും തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി കളറും എരിവൊക്കെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ മിക്സ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി കുറേശ്ശെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ലപോലെ സമയമെടുത്ത് കളർ മാറുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇതിപ്പോൾ കളറൊക്കെ മാറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പക്കവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിക്കാറില്ലേ, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പക്കവടയാണ്. അപ്പോൾ ഇന്നത്തെ 2 തരം പക്കവടകളും കണ്ടില്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഈ പക്കവടകൾ 4 മണി ചായക്കൊപ്പവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്